നമസ്കാരം. ഞാൻ ഇന്നലെ കൊട്ടാരക്കരയുള്ള എൻ്റെ ഒരു പ്രൈവറ്റ് ബസ് ഓണറായ സുഹൃത്തിനെ കണ്ടു. അങ്ങനെ പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. CP ജോൺ ഗതാഗത വകുപ്പ് നന്നായി ഭരിക്കുമെന്ന്, പ്രത്യേകിച്ച് KSRTC നന്നായി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന. സ്വകാര്യ ബസ്സുകൾ പ്രൈവറ്റ് ബസ്സല്ല, അത് പബ്ലിക് ട്രാൻസ്പോർട്ടാണെന്ന്. ഇതുവരെ പ്രൈവറ്റ് ബസ് മുതലാളിമാർക്ക് പോലും തോന്നാത്ത ഒരു കാര്യമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന വാക്ക്. അതുകൊണ്ട് അവർക്ക് പോലും ആശങ്കയില്ല, വകുപ്പ് നന്നായി ഭരിക്കുമെന്ന് ബസ് ഉടമയായ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ജൂൺ 15 മുതൽ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത് പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. KSRTCയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് മന്ത്രി കൂട്ടിച്ചേർത്തത്. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. അതും അദ്ദേഹം പങ്കുവച്ചു. KSRTCയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട വിശദമായ ചർച്ച നടത്തുന്നുണ്ട്. KSRTCയെ നഷ്ടമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും ജൂൺ 15 മുതൽ സൗജന്യ യാത്ര ഉറപ്പായി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോൾ ചോദിക്കും, പുരുഷന്മാരെ വേണ്ടായോ എന്ന്, പുരുഷന്മാർക്ക് വേണ്ടി അല്ലയോ എന്ന്. പക്ഷെ സ്ത്രീകൾക്ക് മുന്തിയ പരിഗണന നൽകുന്നു. പദ്ധതി നടത്തിപ്പിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച നടക്കുകയാണ്. മുഖ്യമന്ത്രി ഇതിൻ്റെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നാണ് മന്ത്രി CP ജോൺ പറഞ്ഞത്. തൊഴിലിടത്തേക്ക് പോകുന്ന വനിതകൾക്ക് കൈത്താങ്ങാകും. സൗജന്യ യാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, അത് സർക്കാർ തീർച്ചയായും നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. അതേസമയം KSRTC മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 1-2 112 കോടിയുടെ നഷ്ടമാണ് ഒരു മാസം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം KSRTC മാനേജ്മെൻറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കിയാൽ 57 കോടിയുടെ ബാധ്യതയാണ് സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF നൽകിയ ഗ്യാരണ്ടികളിലെ പ്രധാന വാഗ്ദാനമായിരുന്നു അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര എന്നത്. അതാണ് സർക്കാർ പാലിക്കുന്നത്. അത് ഇലക്ഷന് മുമ്പ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് സ്ത്രീകൾക്കിടയിൽ വലിയ ഒരു പ്രചാരം കിട്ടിയെന്ന്, അത് അവർ ചർച്ച ചെയ്യും, അവർ അതിനുവേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ UDF വരാൻ. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ, അവർ വളരെ ദൂരെ നിന്നാണ് തിരുവനന്തപുരം നഗരത്തിൽ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നത്. അവർ രാവിലെ വന്നിട്ട് വൈകിട്ട് മടങ്ങും. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഒരു ഇടതുപക്ഷക്കാരിയാണ്. അവരത് കൂടെ പറയും, ഞാനൊരു ഇടതുപക്ഷക്കാരി അവർ കൂടെ പറയും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ജോലിക്കാരിയോട് ചോദിച്ചു, നീ ആർക്കാ വോട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ജോലിക്കാരിയുടെ ഭർത്താവ് ഒരു പക്ക CPM പ്രവർത്തകനാണ്, പാർട്ടി അനുഭാവിയല്ല, പാർട്ടി മെമ്പറാണ്. അപ്പം ഈ ജോലിക്കാരി എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ചേട്ടൻ പറയുന്നത് CPMന് തന്നെ ചെയ്യാവൂ, ഞാൻ ഇതുവരെ CPMനാ ചെയ്തിട്ടുള്ളത്, CPMന് തന്നെ ചെയ്യാവൂ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇപ്രാവശ്യം കോൺഗ്രസ്സിന് കൊടുക്കും. കാരണം എനിക്കിവിടെ വരുന്ന വണ്ടിക്കൂലി, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടിക്കൂലി തന്നെ 150 രൂപയോളം ചിലവാകുന്നു. ഈ 150 രൂപ പോയിട്ട് 150 പൈസ ആരെങ്കിലും തരുമോ? ഒരു ചായ പോലും ആരെങ്കിലും വാങ്ങിച്ചു തരുമോ ഫ്രീ ആയിട്ട്? അപ്പം അതുകൊണ്ട് എനിക്ക് ആ 150 രൂപ എനിക്ക് സേവ് ചെയ്തൂടെ, എനിക്കത് മിച്ചം പിടിച്ചൂടെ? അതുകൊണ്ട് ഈ ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് വരണം, ഞങ്ങൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമല്ലോ, എനിക്ക് പൈസ മുടക്കില്ലാതെ എനിക്ക് ഇവിടെ ഒന്ന് ജോലിക്ക് വരാമല്ലോ, ജോലി ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്ന്. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ്, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ വീണ്ടും അവരോട് ചോദിച്ചു, നീ ആർക്കാ വോട്ട് ചെയ്തതെന്ന്.
അപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു, ചേട്ടൻ കാണാതെ, ചേട്ടൻ അടുത്ത് നിൽക്കുക, പക്ഷേ ഓരോരുത്തരെ എല്ലാം വോട്ട് ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ അവർ പോയി CPM-ൻ്റെ സ്ലിപ്പും വാങ്ങിക്കൊണ്ടാണ് പോയത്, പക്ഷെ വോട്ട് ചെയ്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ ഏറ്റെടുത്ത ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു വികാരം, ഇത്രയും ഒരു പ്രചാരണം ഇതിന് വരികയും സ്ത്രീകൾ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ ഭൂരിപക്ഷം ഈ ഗവൺമെൻറ്റിന്, UDF-ന് കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. CP ജോൺ KSRTC-യുടെ മന്ത്രിയായപ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ് ജനങ്ങൾക്കുള്ളത്. കാരണം CP ജോണിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ വരണം KSRTC-യുടെ തലപ്പത്ത്. KSRTC-യെ നയിക്കാൻ, KSRTC-യെ നന്നാക്കാൻ അത് CPക്ക് കഴിയും. മുൻ പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന CPക്ക് KSRTC-യുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. മാത്രമല്ല കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വരികയാണ് അദ്ദേഹം. അത് കൃത്യമായി ഇത് നടത്തും, അതിന് ഒരു സംശയവും വേണ്ട.